ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ ഭയങ്കരമായിട്ടും കരച്ചിലാണ്. ദൈവമേ, എൻ്റെ മോൻ്റെ പേരിൽ കാപ്പ കേസാണ് അവർ കുടുക്കിയിരിക്കുന്നത്, അവനെ അങ്ങനെ ജയിലിലടക്കോ, അവനിനി പുറത്തിറക്കൂലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മരുമകൾ ശ്രീജിയാണെങ്കിൽ അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മേ, ജ്യോത്സ്യം പറഞ്ഞില്ലേ ഒരാപത്തും വരില്ല എന്ന്. ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛനാണെങ്കിൽ പിന്നെ ജ്യോത്സ്യനല്ലേ അവിടെ ജഡ്ജിയായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെന്താ മാഷ എന്തിങ്ങനെ പറയുന്നത്? അവൻ ഏതായാലും അകത്ത് കിടക്കുക തന്നെ ചെയ്യും. കാരണം അവിടെ ജഡ്ജിയായിട്ടിരിക്കുന്ന ആരാണെന്ന് അറിയാലോ, ആ വേദയുടെ അച്ഛനാണ്. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും കുരുക്കാനായിട്ടേ നോക്കുള്ളൂ, അവൻ ഇനി പ്രതീക്ഷിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചില അമ്മ. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവൻ്റെ മോനെ എങ്ങനെയും രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നു വിക്രത്തിനെ കണ്ട ഉടനെ തന്നെ അമ്മ ഓടിപ്പോയി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിക്കുകയാണ് വിക്രവും. ഇവർക്ക് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ തോന്നുകയാണ്. പക്ഷെ അച്ഛന് തങ്ങളുടെ തീരെ പോരാ. അച്ഛനാണെങ്കിൽ വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശവും വരികയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, വിക്രം നിന്നെ ആരാ രക്ഷിച്ചത്, നീ എങ്ങനെയാ പുറത്തിറങ്ങിയത്, നിന്നെ ജയിലിൽ കിടത്തു എന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് മറ്റാരും അല്ലമ്മേ, എന്നെ ജാമ്യത്തിലിറക്കിയത് അത് വേദയാണ്. വേദയോ എന്ന് അമ്മ ചോദിക്കുക. അപ്പോൾ വേദ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അമ്മ ഇങ്ങനെ ആലോചിക്കുക. കാരണം വിക്രത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക്, അമ്മ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും അമ്മയുടെ മകനെ ഞാൻ പുറത്തിറക്കും, അങ്ങനെ പുറത്തിറക്കിയതിന് ശേഷമേ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി കയറി വരുള്ളൂ എന്ന് പറഞ്ഞ ആ കാര്യം ഒരു നിമിഷം അമ്മ ആലോചിക്കുക. അപ്പോൾ അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദ എവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ വേദ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുന്നു വേദ. വേദയെ കണ്ടപ്പോൾ തന്നെ അമ്മയുടെ കെട്ടിപ്പിടിക്കണം, മോളെ നീ പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചല്ലോ മോളെ, ഒരുപാട് നന്ദിയുണ്ട് മോളെ, എൻ്റെ മകനെ നീ പുറത്തിറക്കിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മോളെ നീ അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നിട്ട് നിൽക്കവിടെ എന്ന് പറയുക. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നിന്ന് പോവുകയാണ്. ആര് പറഞ്ഞു ഇങ്ങോട്ട് കയറാനായിട്ട്? വേണ്ട, ഇങ്ങോട്ട് കയറി പോകരുത്. മാഷേ, എന്താ മാഷേ ഈ പറയുന്നത്? വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് വന്നതല്ലേ വേദ ഇങ്ങനെ പുറത്തിറക്കാൻ പാടുണ്ടോ? എന്തിനാ അവനെ രക്ഷിച്ചുകൊണ്ട് വന്നത്? അതിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ ശരിക്കും ഒരു തെമ്മാടി തന്നെയാ. അപ്പം അവനെ രക്ഷിച്ചുകൊണ്ട് വരേണ്ട കാര്യം യാതൊരു കാര്യമില്ല. അവൻ ഏതായാലും ഈ വീട്ടിലുള്ളതും ഇല്ലാത്തതും ഒക്കെ എനിക്ക് ഒരേപോലെയാ. അപ്പോൾ പിന്നെ എനിക്ക് അവനിങ്ങോട്ട് വരണമെന്ന് പോലും ആഗ്രഹമില്ല എന്ന് അച്ഛനിങ്ങനെ മനസാക്ഷി കുത്തില്ലാതെ ഇങ്ങനെ സംസാരിക്കുക. ഇത് കേട്ട വേദയാണെങ്കിൽ, അച്ഛാ വിക്രം എന്തു ആയിക്കോട്ടെ, ചിലപ്പോൾ തെമ്മാടിയാവും, എന്തു ആയിക്കോട്ടെ, പക്ഷേ വിക്രം എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. പിന്നെ വിക്രം ഈ വീട്ടിൽ അച്ഛൻ്റെ മകനായിട്ട് തന്നെ ജീവിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകനായിട്ട് ജീവിക്കുന്നോ? പക്ഷേ നിന്നെ എൻ്റെ മരുമകളായിട്ട് ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. ഇവനെ പോലൊരു തെമ്മാടി നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ ഭാര്യയായിട്ട്? ഇല്ല. വിക്രം പോലും നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തുദ്ദേശത്തിലാണ് നീ ഇവൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറയാറുണ്ടല്ലോ എപ്പോഴെപ്പോഴും ഈ മകനൊരു തെമ്മാടിയാണെന്ന്. പക്ഷേ അച്ഛൻ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച്, നല്ല രീതിയിൽ പഠിപ്പിച്ച്, പലരുടെയും സ്വഭാവം മാറ്റി നല്ല രീതിയിൽ നടത്തിയിട്ടുള്ള ഒരാളല്ലേ മാഷ്. പക്ഷേ എന്തുകൊണ്ട് സ്വന്തം മകനെ നേർവഴിക്ക് നടത്താനായിട്ട് ഒരു അധ്യാപകന് കഴിഞ്ഞില്ല? അതായത് അച്ഛന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പിന്നെ നാഷണൽ അവാർഡ് വരെ ഈ മാഷിന് ലഭിച്ചിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്തിയതിൻ്റെ നല്ല അധ്യാപകൻ എന്ന നിലയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് സ്വന്തം വീട്ടിലുള്ള സ്വന്തം മകനെ നേർവഴിക്ക് നടത്താൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ അതിനുള്ളൊരു ഉത്തരം അച്ഛൻ തന്നേ മതിയാവുള്ളൂ. എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും വിക്രത്തിനെ ഒരാപത്തിലേക്കും നയിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. വിക്രത്തിനൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ച് വിക്രത്തിൻ്റെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുമെന്നല്ല, കണ്ടില്ലെന്ന് നടിക്കുമെന്നല്ല. വിക്രം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൽ ഏൽപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ ഏൽപ്പിക്കുക തന്നെ ചെയ്യുവച്ചാ. ഇവിടെ ഞാൻ വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് വന്നത് അത് വിക്രം നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വിക്രം ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നീ പഴയതുപോലെ തന്നെ ഇവിടെ കഴിയാം. പക്ഷേ ഞങ്ങളുടെ മരുമകളായിട്ട് നിനക്ക് ഈ വീട്ടിൽ കയറാനുള്ള ഒരു അനുവാദവും ഇല്ല. പഴയതുപോലെ തന്നെ നിനക്ക് ഇവിടെ കഴിയുക തന്നെ ചെയ്യാം. അങ്ങനൊരു ഉദ്ദേശം മാത്രം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ വീടിനകത്തോട് കയറിയാൽ മതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദ സമ്മതിച്ചു. ഞാനതിന് സമ്മതിച്ചു.
അപ്പോൾ അപ്പോൾ നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. വേദയാണെങ്കിൽ അകത്തേക്ക് കയറുകയും ചെയ്യുകയാണ്. അപ്പോൾ വലിയൊരു ബഹളമാണ് അവിടെ നിന്ന് ഒഴിവായത്. അങ്ങനെ നമ്മുടെ ശ്രീജയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി. വിക്രത്തിന് അതിലേറെ സങ്കടം. അങ്ങനെ വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുക. അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അച്ഛൻ പറഞ്ഞ കാര്യം ഇവനൊരു തെമ്മാടിയാണ്, ഇവന് ഒരു ഉപകാരമില്ലാത്ത വാഴയാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളും വേദ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ബൈക്ക് വരുമ്പോൾ പെട്ടെന്ന് ചാടിയത് ആ ഓട്ടോറിക്ഷക്കാരുടെ മുന്നിൽ. അപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട്, നീ എന്താടി എന്നെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ്? ഇത് കേട്ട ഓട്ടോറിക്ഷക്കാരിയാണെങ്കിൽ അതെ, വിക്രത്തേട്ടത്തിനെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണ്. എന്നെ അംഗീകരിക്കാത്ത വിക്രേട്ടനെ ഞാൻ എന്തിന് വെറുതെ വിടണം? നിങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ വേതാളത്തിന് എങ്ങനെയും പറഞ്ഞു വിടാനായിട്ട്. എന്നിട്ട് പറഞ്ഞു വിടാതെ അവൾ അവിടെ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഇത് ഞാൻ സമ്മതിക്കില്ല വിക്രം. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. വിക്രത്തിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കുപ്പി പെട്രോളേ ഞാൻ കൂടുതൽ കരുതും. എന്നിട്ട് ഒന്ന് നിൻ്റെ തലയിലേക്കും ഒന്ന് എൻ്റെ തലയിലേക്കും ഒഴിച്ചിട്ട് തീ കൊളുത്തു. അല്ലെങ്കിൽ എന്തിനാ? ഞാൻ പണ്ടത്തെ പരിപാടി തന്നെ. ഒരു ആസിഡ് കുപ്പി ഞാൻ കരുതും. എന്നിട്ടേ എന്നെ ചതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തേക്ക് ഞാൻ അങ്ങോട്ട് ഒഴിക്കും. ഇത് കേട്ട വിക്രമാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. വിക്രം മുഖത്തൊക്കെ ഒന്ന് തടകി ഇങ്ങനെ നോക്കിയാണ്. ഇവള് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പം എടുത്ത് വായിക്കും ഈ ഓട്ടോറിക്ഷക്കാരി പറയാ, എന്തൊക്കെ മുഖം പൊള്ളിയാലും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ ഉപേക്ഷിക്കില്ല. മുഖം പൊള്ളിയാലും ഇല്ലെങ്കിലും എൻ്റെ വിക്രം എനിക്ക് സ്വന്തമാണ്. അത് അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എൻ്റെ വിക്രേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷക്കാരി പോവുകയും ചെയ്യാൻ. അപ്പോൾ വിക്രമാണെങ്കിൽ മനസ്സ് ചിന്തിക്കുകയാണ്, ദൈവമേ വീട്ടിൽ ചെന്ന വേതാളം, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുടലേക്ഷി, എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ ആ സാറിൻ്റെ കോള് വരികയാണ്. സാർ ഞാൻ ഉടനെ തന്നെ വന്നേക്കാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ ഹാളിലിരുന്നുകൊണ്ട് തന്നെ വിക്രത്തെ സ്വപ്നം കാണുക. വിക്രത്തിൻ്റെ ബൈക്കിൽ കയറി വന്നതും വിക്രത്തെ കെട്ടിപ്പിടിച്ചതും അങ്ങനെതായ കുറേ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ താലിയും കൈ പിടിച്ച് താലിയും ഇങ്ങനെ ഒരു തലയിലൊരു ഉമ്മയൊക്കെ വെച്ച് ചിരിച്ചുകൊണ്ട് തന്നെയാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ വരുന്നു നമ്മുടെ നന്ദിനി. അപ്പം നന്ദിനി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് എന്താ വട്ടായോ, ഇവിടെ നിന്ന് ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത്. അങ്ങനെ തിരിഞ്ഞു നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവളെ അങ്ങനെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ഇവള് മിടിക്കുക, കണ്ടില്ലേ ഒറ്റക്ക് പോയി വിക്രത്തെ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇവൾക്കിത് എങ്ങനെ സാധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വേദ മുന്നിലിങ്ങനെ നിൽക്കുക. വേദയെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ ഏട്ടത്തി എന്തെങ്കിലും ആലോചിച്ചു നിൽക്കുന്നത്? ഏട്ടത്തി എന്തിനാ എന്നെ തുറിച്ചു നോക്കിയെന്നോ? ആര്? ഞാനും തുറിച്ചു നോക്കിയെന്നില്ല. അല്ല ഞാൻ കണ്ടല്ലോ ഏട്ടത്തി എന്തോ മൂങ്ങിയ പോലെ എന്നെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത്. അല്ല നീ ഇവിടെ കിടന്ന് ചുമ്മാ ചിരിക്കുവാണല്ലോ, അതുകൊണ്ടാ. നീ എപ്പോഴും ഈ ഹോളിൽ തന്നെയാണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനേ റൂമിലേക്ക് പോവുക. റൂമോ? ഏത് റൂം? അല്ല വിക്രത്തിൻ്റെ റൂം എൻ്റെ റൂം തന്നെയാണല്ലോ. അപ്പം തന്നെ ഞാൻ റൂമിലേക്ക് പോയാലെന്താ കുഴപ്പം? കൊള്ളാലോ. അതിന് അവൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. അംഗീകരിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ റൂമല്ലേ, എനിക്ക് പോയിക്കൂടെ? ഞാൻ ഭർത്താവെന്ന് അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ പോയാലെന്താ കുഴപ്പം? ഞാൻ ഏതായാലും വിക്രത്തിൻ്റെ റൂമിലേക്ക് തന്നെ പോവാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, വിക്രം ഇതെങ്ങാനും കണ്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ വിക്രം നിന്നെ അടിച്ച് പുറത്താക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊന്നും സാരമില്ലെന്നേ, അതൊക്കെ ഞാൻ അങ്ങോട്ട് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ വേദ നേരെ വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എല്ലാം മലവലാതിയാക്കി ഇട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആളുടെ സ്വഭാവം പോലെ തന്നെ ബെഡ്റൂം ഇങ്ങനെ ഈ കോലത്തിലാണല്ലോ കിടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചത് ഇങ്ങനെ റൂം മുഴുവനും അടുക്കി പെറുക്കി ഇങ്ങനെ വെക്കുമ്പോൾ കുറേ ട്രോഫികളൊക്കെ ഇരിക്കുന്നത് കാണുക. അപ്പോൾ ട്രോഫിയിൽ ഒരു ട്രോഫി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരിക്കുക നമ്മുടെ വിക്രത്തിന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറേ മെഡലൊക്കെ കിടക്കുന്നുമുണ്ട്. മെഡൽ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവം ഇത് കുറേ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പെട്ടി ചെന്ന് തട്ടുകയാണ്. അപ്പോൾ ആ പെട്ടിയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു സർട്ടിഫിക്കറ്റൊക്കെ. എൻ്റെ ദൈവമേ, ഇത്രയും പഠിപ്പൊക്കെ ഉണ്ടോ? കോളേജിലൊക്കെ പോയ മനുഷ്യനാണോ? പിന്നെന്താ ഈ വിക്രം ഇങ്ങനെയായിപ്പോയത്? ഈ രീതിയിലായിപ്പോയത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആകെ തലപുകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ വേദ. പിന്നീട് കാണിക്കുന്ന വിക്രം ആ ഒരു സാറിൻ്റെ മുന്നിലേക്ക് ചെന്നിരിക്കുക. സാറേ എന്തിനായിരുന്നു സാറേ, ഞാൻ കാരണം പത്രക്കാരുടെ മുന്നിൽ നാണം കഴിയേണ്ടി വന്നല്ലേ, എന്തൊക്കെയാ ബഹളങ്ങളാണ് ഉണ്ടായത്? അതൊന്നും സാരമില്ല വിക്രം, ഞാൻ പത്രക്കാരെ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. പക്ഷേ
അതൊന്നും ഇനി കാര്യമാക്കാൻ നിൽക്കണ്ട. സാരമില്ല സാറേ, എല്ലാ നാണക്കേടിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടോളാം. ഇനി അതിൻ്റെ കാര്യമൊന്നുമില്ല വിക്രം. ഞാൻ പത്രക്കാരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വിക്രം, നിങ്ങൾ രണ്ടുപേരുടെയും പ്രണയവിവാഹമാണെന്ന്. പിന്നെ നിന്നെ വേദയുടെ വീട്ടുകാരൊക്കെ എതിർത്ത് കഴിഞ്ഞപ്പോഴേക്കും നീ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ വേദയെ കല്യാണം കഴിക്കുമെന്ന്. അങ്ങനെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്താണ് അമ്പലത്തിൽ വെച്ച്. അങ്ങനെ വേദിയുടെ കഴുത്തിൽ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നീ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഞാൻ പത്രക്കാരോട് പറഞ്ഞത്. അല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്തിനാ നമ്മളോട് ഇനി മറച്ചു വയ്ക്കേണ്ട ആവശ്യം? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അവർക്ക് സത്യങ്ങൾ അറിയേണ്ടത്. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കൂട്ടുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വേദയെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ നടക്കുക തന്നെ ചെയ്യണം. സാറേ, ഇതൊക്കെ വലിയൊരു ആപത്തിലായിട്ട് ചെന്ന് ചാടൂലേ? എന്താ ആപത്ത്? ഒരാപത്തിലേക്കും ചെന്ന് ചാടൂല. പിന്നെ നിന്റെ ഏറ്റവും വലിയ ശത്രു ആ ജഡ്ജിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കള്ളക്കേസ് കുരുക്കിയാണ് നിന്നെ അകത്താക്കിയെന്ന് ഞാൻ പത്രക്കാരോട് പറഞ്ഞു. വിക്രം, അതെല്ലാം വിട്. അതെല്ലാം അതിൻ്റെ വഴി നടക്കട്ടെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇന്ന് നീ വേറൊരാളെ കാണാൻ പോകണം. അയാളുമായിട്ട് ചില ഡീലിംഗ് ഒക്കെ നടത്തണം. അങ്ങനെ ഡീറ്റെയിൽസായി കുറേ കാര്യങ്ങൾ, രഹസ്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് വിക്രത്തോട്. ശരി സാറേ, ഞാൻ ഏറ്റു സാറേ, ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ വേദയുടെ വീട്. അപ്പോൾ വേദയുടെ ആങ്ങളെയാണെങ്കിൽ വേദയെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. വേദ വെല്ലുവിളിച്ച കാര്യങ്ങളും ഒക്കെ ആയ കാര്യങ്ങളെല്ലാം ചിന്തിക്കുക. അപ്പോൾ ഇയാളുടെ ഭാര്യ വന്നിട്ട് ഇങ്ങനെ പറയാം, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വേദയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? അവൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവൾ ഈ വീട്ടിലേക്ക് വരില്ലേ? എന്നാലും വേദ എങ്ങനെ മാറിപ്പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവളോട് ഇതിനെ മാത്രം എന്ത് തെറ്റ് ചെയ്തു? അത് നമ്മളെ മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, അവളും കൂടി ചിന്തിക്കണ്ടേ? ഏതായാലും വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പാവം ദർശൻ്റെയും ജീവിതം പോയിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.